അതെ, ചിക്കൻ ലിവർ ഫ്രൈ. ഇത് നമ്മൾ പല രീതിയിലും ഫ്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 8, 9 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 to 11 കുഞ്ഞുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ദൂരി ഈ വലുപ്പമുള്ളൊരു ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ നമ്മൾ 2 പച്ചമുളക് നടുവേ കീറിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റോടൊപ്പം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാലയാണ് ഞാനിവിടെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പിനി ആവശ്യമായിട്ടാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ഇതിനോട് 3 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കട്ടി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ കട്ടിയിലാണ് പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. ഈ ഒരു കട്ടി മതി, ഒരുപാട് ലൂസ് ആവുകയൊന്നും വേണ്ട. അപ്പം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറണ്ടേ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ലിവർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതേ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് 1/4 കപ്പ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ റിപ്പീറ്റ് അടച്ചു വെക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് ഫ്രൈ ആവുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു ഗ്രേവി ഉള്ളത് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആവണ്ട. ഈ ഒരു പാകത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി. അപ്പം ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇതിലും ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ആണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ.